സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ മാനസികമായിട്ട് തകർന്നു പോവുകയാണ്. പ്രഭാവതിയോട് കൈക്കൂലി വാങ്ങിയോ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് തന്നെ കൊണ്ട് ഈ ഒരു ചതി ചെയ്യിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പ്രഭയാണെങ്കിൽ പറയുന്നുണ്ട് നന്ദന്റെ പരിചയത്തിലുള്ള ആൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ദേവിയെ ആശ്വസിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. സിദ്ധാർത്ഥനാണെങ്കിൽ നിരന്തരമായി തന്നെ ദേവികയെ കുത്തി നോവിപ്പിക്കുന്നുണ്ട്. അതായത് അഴിമതിക്കാരിയാണെന്നൊക്കെ പറഞ്ഞും അത് ദേവികയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും ഈ സമയം നന്ദനാവട്ടെ ഇസബല്ലയും കെവിനുമായിട്ട് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നന്ദൻ ഫിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇസബല്ലയാവട്ടെ നന്ദനെ പ്രണയത്തോടു കൂടിയിട്ടൊക്കെ നോക്കുന്നുണ്ട്. കാരണം അവളുടെ ഒരു കാലത്തെ അതായത് കോളേജ് കാലത്തെ ലഹരി എന്ന് പറയുന്നത് അത് നന്ദനായിരുന്നു. നന്ദൻ ദേവികയെ കല്യാണം കഴിച്ചതോട് കൂടിയിട്ട് അവളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഇല്ലാതെയായത്. അത് ഫിറ്റായിട്ട് ഇരിക്കുന്ന നന്ദനോട് ഇസബല്ല പറയുന്നുമുണ്ട്. പക്ഷെ അപ്പോഴേക്ക് നന്ദനാവട്ടെ ഇസബല്ലയോടും കെവിനോടും പറയുന്നത് ദേവിക അവൾ പാവമാണ്, അവളോട് ഞാൻ ഈ ഒരു ചതി ചെയ്തു, അവളെ പോലെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് കിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇസബല്ലയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരു ഈഗോയൊക്കെ വരികയാണ്. പിന്നീട് ദേവിക വിളിക്കുന്നുണ്ട്. പക്ഷെ നന്ദനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. ദേവിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. നന്ദൻ ഇതിപ്പോ എവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇസബല്ല പറയുന്നുണ്ട് ദേവിയുടെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ വേണ്ട, അത് ശരിയാവില്ലെന്ന് പറയുകയാണ്. പക്ഷെ ഇസബല്ല പിടിച്ചു വാങ്ങി ദേവികയോട് പറയുന്നുണ്ട് നന്ദൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ തന്നെ ദേവിക്ക് അത്ര രസമായി തോന്നുന്നില്ല. അവൾക്ക് എന്തോ പോലെ ഒരു ഫീൽ ചെയ്യണം. പിന്നീട് ദേവി രണ്ടും കൽപ്പിച്ചുകൊണ്ട് സിദ്ധാർത്ഥന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സിദ്ധു ആവട്ടെ എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവിക്ക് അങ്ങോട്ട് പോകുന്നത്. അച്ഛ എന്നോട് ക്ഷമിക്കണം, അതെ MLA ഇതിനെക്കുറിച്ച് വിശദീകരണം ഇവിടെ വെച്ചിട്ടല്ല, കൊടുക്കേണ്ടവരുടെ മുന്നിൽ കൊടുത്താൽ മതി, എന്റെ മുന്നിലൊന്നും വിശദീകരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോ അച്ഛ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അച്ഛന്റെ മോളല്ലേ ഞാൻ എന്നൊക്കെ ചോദിക്കുമ്പോ എല്ലാം ആയിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ സ്ഥാനത്ത് പോലും നിന്നെ കാണാൻ കഴിയില്ല. സത്യത്തിൽ നിന്നെ MLA ആക്കിയതിൽ ഞാനിപ്പോ അഭിമാനിതനായിട്ട് നിൽക്കുകയാണ്. പുച്ഛം തോന്നുന്നു എന്നോട് തന്നെ എന്നൊക്കെ പറയുമ്പോ ദേവി പറയുന്നുണ്ട് അച്ഛ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്ന്. അതെ നിന്നെ പോലത്തെ MLA മാരുള്ളതിനേക്കാൾ നല്ലത് ഈ നാട് ഒന്നടക്കം നശിക്കുന്നതാണ്. ഈ സമയം അവിടേക്ക് പ്രഭാവതിയും വരുന്നുണ്ട്. സിദ്ധു ഇങ്ങനെയൊന്നും അവളോട് പറയല്ലേ എന്നൊക്കെ പറയുമ്പോ പ്രഭേ നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് പോലും നിശ്ചയമില്ലാത്ത കാര്യങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്ന് കരുതി ഇങ്ങനെ ഒരാളെ കുത്തി നോവിക്കല്ലേ സിദ്ധു എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയാണെങ്കിൽ ഇടയിൽ കയറുന്നു. വേണ്ടി പോവരുത്, എന്റെ പിന്നാലെ വരികയായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. വീട്ടിലും സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് അയാൾ അവിടെ നിന്നും പോകുന്നത്. മോള് സമാധാനത്തോടെ ഇരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇനി എനിക്കൊരു സമാധാനമില്ല, ഞാൻ ഒന്നില്ലെങ്കിൽ മരിക്കണം അല്ലെങ്കിൽ ഈ പദവി രാജിവെക്കണം. അച്ഛനും നന്ദനും ചേർത്ത് തന്നെയാണ് എന്നെ ഈ ഒരു പദവിയിലേക്ക് എത്തിച്ചത്. ഇപ്പൊ നന്ദ തന്നെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. എനിക്കിതിൽ തുടരാൻ താല്പര്യമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ ദേവിയാണെങ്കിൽ പൊട്ടിക്കരയുന്നു. മോളെ നീ ഇതെന്തൊക്കെയാ പറയുന്നു? അതെ അമ്മേ, ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചെന്ന് പറയുകയാണ്. എന്തായാലും ഈ സമയം നന്ദനാണെങ്കിൽ കെവിന്റെയും ഇസബല്ലയുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അവനാണെങ്കിൽ കുടിച്ച് ഫിറ്റാണ്. പെട്ടെന്നാണ് നന്ദന് ഋഷി വരുന്നത് പോലെ തോന്നുന്നത്. എടാ നന്ദ എന്ന് വിളിച്ചുകൊണ്ടാണ് ഋഷി അവന്റെ മുന്നിലേക്ക് വരുന്നത്. വെള്ള ഷർട്ടും പാന്റൊക്കെ ഇട്ടിട്ടാണ് ഋഷി വരുന്നത്. ഋഷിയുടെ പ്രേതമാണെന്ന് കരുതി നന്ദനാണെങ്കിൽ അവിടെ നിന്നും ഓടി പോകുന്നുണ്ട്. വീണ്ടും ഋഷി അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കരുതണ്ടടാ, നീ എന്തിനാടാ എന്നെ കൊന്നു കളഞ്ഞത്, എന്റെ ജീവിതം നീ ഇല്ലായ്മ ചെയ്തു, എല്ലാം കൊണ്ടും ചന്ദ്രത്ത് വീട്ടുകാർ എന്നെയും എന്റെ ജീവിതത്തെയും തകർത്ത് കളഞ്ഞത്. ആദ്യം ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ, പിന്നെ എന്റെ അടിച്ചു പൊളിച്ച് നടക്കേണ്ട കുറച്ച് സമയങ്ങളെ, ഇപ്പോഴിതാ എന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. നിന്നോടൊന്നും ഞാൻ ക്ഷമിക്കില്ലടാ, നിന്നെയൊന്നും കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനെ ഓട്ടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നന്ദനാണെങ്കിൽ ക്ഷീണിതനായിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ കാഴ്ച കണ്ട് ദേവികയാണെങ്കിൽ വീണ്ടും തകർന്നു പോകുന്നുണ്ട്. കാരണം തന്നെ ചേർത്ത് പിടിക്കേണ്ട ആൾ തന്നെയാണ് തന്നെ കുരുക്കിലേക്ക് കൊണ്ടിട്ടിരിക്കുന്നതും. പക്ഷെ ഒരു ആശ്വാസത്തിനായിട്ട് അവന്റെ അരികിലേക്ക് പോകാമെന്ന് നോക്കുമ്പോൾ അവനാണ് അവന്റേതായിട്ടുള്ള ലോകത്തും. അത് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.